UAE-ലെ എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമില്ലാത്ത ECNRI ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യാൻ കമ്പനി പ്രതിനിധികൾക്ക് ഇന്ത്യ വിസിറ്റ് വിസ മാത്രമായിരുന്നു അനുവദിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ റിക്രൂട്ട്മെന്റിന് പോകുന്നവർക്ക് നിയമപരമായി ബിസിനസ് വിസ അനുവദിക്കണമെന്ന ആവശ്യം ദീർഘനാളായി ഉയർന്നിരുന്നു. ഇതിനാണ് മതിയായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ബിസിനസ് വിസ അനുവദിക്കാമെന്ന് ഇന്ത്യൻ അംബാസിഡർ TP സീതാറാമിന്റെ നേതൃത്വത്തിൽ പരിഹാരമുണ്ടായിരിക്കുന്നത്. 1800 റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഇന്ത്യയിൽ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ ആളുകൾ റിക്രൂട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ ലീഗലായിട്ടുള്ള രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് ഇൻഡസ്ട്രി മൊത്തം ഒന്നും റീഫോം ചെയ്യാനായിട്ട് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ഓർഗനൈസേഷനും ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ലേബറും ഒക്കെ ഇതിനുവേണ്ടി ഭയങ്കരമായിട്ട് ക്യാമ്പയിൻ നടക്കുന്നത്. സന്ദർശക വിസയിൽ പോകുന്നവർക്ക് ഒരു ജോലിയും ചെയ്യാൻ പാടില്ലെന്ന് നിയമമുള്ളതിനാൽ റിക്രൂട്ട്മെന്റിനെത്തിയിരുന്ന കമ്പനികൾ പ്രയാസപ്പെട്ടായിരുന്നു ഈ പണി ചെയ്തിരുന്നത്. ECNR വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരെ നിയമിക്കുന്നതിന് അംഗീകൃത റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ആണ് അനുമതി നൽകുന്നത്. ബിസിനസ് വിസ അനുവദിക്കാനുള്ള തീരുമാനം ഇന്ത്യയിലെ യുവാക്കൾക്ക് കൂടുതൽ ജോലിയവസരങ്ങൾ നേടിക്കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൂറിസ്റ്റ് വിസയിൽ പോയി കഴിഞ്ഞാൽ 60 ദിവസത്തേക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ 60 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ അവർക്ക് അടുത്ത വിസ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്മൂത്തായിട്ട് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ബിസിനസ് വിസ കൊടുക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പോയി ലീഗലായിട്ട് തന്നെ ഇൻ്റർവ്യൂ നടത്താം. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അത് ത്രൂ എ റിക്രൂട്ടിംഗ് ഏജൻറ്റാണ്. അതേസമയം പാസ്പോർട്ടുകൾ തൊഴിലുടമകളുടെ കൈവശം സൂക്ഷിക്കാൻ അനുവദിക്കണമെന്ന റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ആവശ്യം എംബസി നിരസിച്ചു. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.